1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷം. വിജയം ആവർത്തിക്കാൻ ഡീൻ കുര്യാക്കോസ് UDF-നായി കളത്തിലിറങ്ങും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരം, ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ എല്ലാം ഉയർത്തിയായിരിക്കും പ്രചാരണം. സംഘടനാ സംവിധാനത്തിലെ പിഴവുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥിത്വം നേരത്തെ ഉറപ്പിച്ച ഡീൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ചരിത്രവും UDF-ന് അനുകൂലമാണ്. വേണ്ടുന്ന വിധത്തിൽ ഇടപെട്ടുകൊണ്ട് ഓരോ മേഖലയിലും സംരക്ഷണ ഭിത്തികളും അതിനനുസരിച്ചുള്ള പ്രതിരോധ മാർഗങ്ങളും, അത് ട്രെഞ്ച് കുഴിക്കേണ്ടടുത്ത് ട്രെഞ്ചും, ഫെൻസിങ് ഉണ്ടാക്കിയെടുക്കേണ്ടടുത്ത് പലതരത്തിലുള്ള ഫെൻസിങ്ങുകളും, ഇങ്ങനെ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷണം നൽകേണ്ട ഈ സർക്കാർ ഇവിടെ CPM ജില്ലാ നേതൃത്വം ജോയ്സ് ജോർജ് എന്ന ഒറ്റപ്പേര് മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. കനത്ത തിരിച്ചടിക്ക് മണ്ഡലം തിരിച്ചുപിടിച്ച് മറുപടി നൽകുകയെന്നതാണ് മുൻ MP കൂടിയായ ജോയ്സ് ജോർജിന്റെ ഉത്തരവാദിത്വം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയമാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ഇടതുമുന്നണിക്കൊപ്പമാണ്. ജില്ലയുടെ പ്രശ്നങ്ങൾ, ഇന്നത്തെ സാഹചര്യത്തിൽ ജില്ലയുടെ വിഷയങ്ങൾ, നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ വിഷയങ്ങൾ ഇടപെടാൻ പ്രാപ്തമായ ഒരാള് പാർലമെന്റിൽ എത്തണമെന്നുള്ള ജില്ലയിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പൊതുവികാരമാണ്. സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് ഇരുമുന്നണികളും. BJP സ്ഥാനാർത്ഥിയാരെന്നത് അപ്പോഴും സസ്പെൻസായി തുടരും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.